എല്ലാവർക്കും രാജസ്ഥാനിലെ ഗോതമ്പ് പാടത്ത് നിന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഗോതമ്പ് പാടത്തിൻ്റെ നടുവിലാണ്. ഗോതമ്പ് പാടം, ഇത് മുഴുവൻ ഗോതമ്പാണ്. രാജസ്ഥാനിലെ മരുഭൂമിയുണ്ട്, ഞാൻ എപ്പോഴും പറയും, മാർബിൾ ഖനികളുണ്ട്, അതോടൊപ്പം തന്നെ വിശാലമായ ഗോതമ്പ് പാടം, കടുക് പാടം, ഇതൊക്കെയുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ഗോതമ്പ് പാടം ഈ കർഷകരോടൊപ്പം ഒന്ന് കൊയ്തൂടെ നോക്കാമെന്ന് വിചാരിച്ചു. കറ്റ കെട്ടി ഇട്ടിരിക്കുന്നുണ്ടോ? ഓരോ കട്ടിയുടെ വലുപ്പം കൊണ്ട് ഇത്രയും വലുപ്പത്തിലാണ് കറ്റ കെട്ടിയിട്ടേക്കുന്നത്. കറ്റ കെട്ടിയിട്ടേക്കുന്നത് ഇത് മുഴുവൻ കൊയ്തിട്ടേക്കുവാണ്. മുഴുവൻ കറ്റ കെട്ടിയിട്ടേക്കുക ഗോതമ്പ്. പലരും ചോദിക്കും ഈ നെല്ല് പോലെ തന്നെയാണോ എന്ന്. ഓക്കെ, നെല്ലിൻ്റെ പൊക്കം പകുതിയുള്ളെന്ന് തോന്നുന്നു. അതൊന്നും നമുക്കറിയില്ല. ഇത് ഇച്ചിരൂടെ അല്പം കൂടെ പൊക്കമുണ്ട്. എൻ്റെ ഒരു അരപ്പൊക്കമുണ്ട്. बारिश से बरसेगी ना, देखो अब जड़ा पड़ा था, ये गीलो गयो, बारिश आ गई थी ना, बढ़िया गेहूँ आ गई. അവർ പറയുന്നത് ഈ പ്രാവശ്യം മഴ പെയ്തു, അതായത് ഈ കൊയ്യുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് മഴ പെയ്തു. അതുകൊണ്ട് വളരെ ഇതിങ്ങനെ ഇത് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മണ്ണൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗോതമ്പിനകത്ത് കുറച്ച് മണ്ണൊക്കെ കാണും. എല്ലാവരും ക്ഷമിക്കണം, മഴ പെയ്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വിശാലമായ ഗോതമ്പ് പാടം നിറഞ്ഞു കിടക്കുകയാണ്. മുഴുവൻ ഗോതമ്പാണ്. ഒരു ഭാഗത്ത് കറ്റ കെട്ടിയിടുന്നു, മറുഭാഗത്ത് ഇവരുടെ അധ്വാനമാണ് ഇതൊക്കെ. ഗോതമ്പ് ഇതോടുകൂടി ഈ ഒരു വർഷത്തെ സീസൺ അങ്ങ് തീരുക. ആ കാണുന്നതെല്ലാം ഗോതമ്പാണ്. ഉണ്ടോ, ഇങ്ങനെ കറ്റ കെട്ടിയിട്ടേക്കുവാണ്. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് ഇത് മെതിക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇതിങ്ങനെ ഓരോ അമ്മയും മക്കളും ഒക്കെ ഇരുന്ന് അവരോരോ കഴിയുന്ന അനുസരിച്ച് അവർ കൊയ്തെടുക്കുക. ഇതിനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പിച്ചാത്തി കണ്ടോ? നാട്ടിലെ നെല്ലോ കൊയ്തില്ല. നമ്മൾ കൊയ്യുവാണ് കേട്ടോ. കൊയ്യാനേ ബരാബർ കാട്ടറേ. അങ്ങനെ ഗോതമ്പ് കൊയ്യുവാണ്. 10 നെല്ല് കേരളത്തിൽ കൊയ്തിരുന്നെങ്കിലേ. എനിക്ക് കേരളത്തിലെ ജനങ്ങളോട്, സർക്കാരിനോട് പറയാനുള്ളത്, നമ്മുടെ സ്കൂളിലെ കുട്ടികളെയൊക്കെ കൊണ്ട് ഈ നെല്ല് കൊയ്യുന്ന അല്ലെങ്കിൽ ഞാറ് നടാനൊക്കെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ കൂടി നെല്ല് കൊയ്യാൻ വേണ്ടി ഒന്ന് ഇറങ്ങണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ ഇത് ചെയ്തിരുന്നെങ്കിൽ. ഇച്ചിരി കട്ടിയുണ്ട് കേട്ടോ നാടി വരുടെ. പാവങ്ങളാണേ, അവരോടൊക്കെ കൂടി ഇത് ചെയ്യുന്നത് ഒരു സന്തോഷം ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ പെയ്തിട്ട് ഇത് നനഞ്ഞു പോകും കൂട്ടുകാരെ. മഴ പെയ്തിട്ട് ഈ കൊയ്ത്തിൻ്റെ സമയമായപ്പോഴത്തേനും മഴ പെയ്തു. അപ്പം ഇതെല്ലാം അങ്ങോട്ട് താഴെ വീണ് കറുത്തു പോയി. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതാണ് ചോദിക്കരുത് ഗോതമ്പ് എങ്ങനെയാണ് കൊയ്യുന്നത്, ഗോതമ്പാണ് കട്ട് ചെയ്യുന്നത്. ഇത്ര അയ്യോ, ഇവിടെ പിച്ചാത്തി സൂപ്പറാണ്. അരുവാൾ, ഇതിനാണ് അരുവാളെന്ന് പറയുന്നത്. അരുവാൾ തലയുടെ മോളിരുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. कितनी बार अपन को पानी डालना पड़ता था? 4 बार.
അതിന് 4 പ്രാവശ്യം ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് പമ്പ് ചെയ്ത് മുഴുവൻ കൃഷിപ്പാടത്ത് മുഴുവന് ഇത് നനച്ചിടണം 4 തവണയായിട്ട്. ഒരു മാസത്തിൽ ഒരു തവണ വീതം 4 പ്രാവശ്യം ഇവർക്ക് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് കിടക്കുന്ന കാട് കയറും. ഇത് കിളുത്ത് വരുന്ന ഈ കാട് പറിച്ച് കളയണം. പിന്നീട് ഇവർ രാത്രി ഇതിന് കാവൽ കിടക്കും. അതായത് ഇതിന് ചുറ്റും ഈ മ്ലാവില്ലേ, നീൽഗൈ എന്നാണ് ഹിന്ദി പറയുന്നത്, മ്ലാവ് പോലെയുള്ള മൃഗങ്ങളൊക്കെ വന്ന് രാത്രി ഇത് തിന്നു കളയാതിരിക്കാൻ കാവൽ കിടക്കണം, വെള്ളമടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടാണ്. പല ആൾക്കാരും ഈ ഗോതമ്പിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നത് നിർത്തിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ കടുകിൻ്റെ കൃഷിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവർ ഒരുപാട് അധ്വാനിച്ച് കൃഷി ചെയ്യുന്നു. ഇതൊക്കെ കാണാൻ കഴിഞ്ഞതിൽ നമുക്കൊരു വളരെ സന്തോഷം. ട്രാക്ടർ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അവിടുത്തെ മെതിക്കലൊക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓരോ സ്ഥലത്ത് എത്തും. ഇതുവരെയും ഉണ്ടായിരുന്ന പാടം മുഴുവൻ ഇവർ കൊയ്തെടുത്തിട്ട് പാടത്തിൻ്റെ ഇപ്പോഴത്തെ കിടപ്പ് കണ്ടോ, കഴിഞ്ഞ ആഴ്ച വരെ വെള്ളമൊഴിച്ച് ഒരു പച്ചപ്പിൽ കിടന്നതാണ്. ഇതെല്ലാം കൊയ്തെടുത്തു. ഇനിയിപ്പോൾ ഇവർ മെതിക്കുന്നത് നമ്മളൊന്ന് കാണിക്കാമേ. ഒത്തിരി അധ്വാനമാണ് ഇതിന് പിന്നിലുള്ളത്. കുടുംബക്കാരാണ് മൊത്തത്തിൽ, എല്ലാവരും കൂടി ചേട്ടനും അനിയനും ചേട്ടൻ്റെ മക്കളും അനിയൻ്റെ മക്കളും എല്ലാവരും കൂടെ അധ്വാനിച്ചാണ് ഈ ഗോതമ്പ് നമുക്ക് വേണ്ടി റെഡിയാക്കി എടുക്കുന്നത്. കാരണം നമുക്ക് ഏതെങ്കിലുമൊക്കെ പാക്കറ്റ് നമ്മുടെ വീട്ടിലെത്തും, പക്ഷേ ഇവരുടെ ഒരുപാട് അധ്വാനമുണ്ട്. ഓരോ കറ്റ ഇതുപോലെ കെട്ടിവെച്ചിരിക്കുകയാണ്. സ്ത്രീകളെല്ലാം ഓരോരോ കറ്റ എടുത്തുകൊണ്ട് പോകുന്നു. ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാവരും കറ്റ എടുത്തുകൊണ്ട് പോകുന്നു. വീട്ടിലെ മുതിർന്ന കാർന്നവരായിരിക്കും മിഷൻ അടിക്കുന്നത്. ഇത് ട്രാക്ടറെ തന്നെ വെച്ചിട്ടുള്ള മിഷനാണ്. ഗോതമ്പ് വന്ന് വീഴുന്ന കണ്ടോ. ഗോതമ്പ് നിറച്ചിട്ടേക്കുന്നതാണ്, ഗോതമ്പ് നിറച്ചിട്ടേക്കുന്നത്. പിന്നെ ഇതുപോലുള്ള ട്രാക്ടറിലാണ് എല്ലാം. എന്തിനും ട്രാക്ടറാണ് കൂടുതൽ ഇവിടെ എന്തിനും ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പുറത്തോട്ട് നോക്കിയാൽ എൻ്റെ മറു സൈഡിലോട്ട് നോക്കിയാൽ ഇതിൻ്റെ തവിടാണ് ഈ പോകുന്നത്. തവിട് പോകുന്നതാണ്ടോ കൂട്ടുകാരെ, കുറച്ച് ഫോക്കസ് ചെയ്ത് കാണിക്കാമേ. തവിട് അവിടെ പോയി കൂടിക്കിടക്കും. ഇവിടെ തവിട് കൂടിക്കിടക്കുന്നതാണ്ടോ. ഇത് കാരണം ഇത് ആരുടെയോ ഗോതമ്പ് മെതിച്ചതാണ്. ഇതിൻ്റെ തവിട് ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കച്ചി എന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് പണ്ട് കാലത്ത് കച്ചിയായിരുന്നല്ലോ. ഓ, ഇതൊരു ഭയങ്കര മണമുണ്ട് കേട്ടോ. ഇങ്ങനെ ഗോതമ്പ് ഞുറുക്കി അതിൻ്റെ ഗോതമ്പെടുത്തതിന് ശേഷമുള്ള ഇതിൻ്റെ തവിടെന്നല്ലല്ലോ, ഇത് പതിരെന്നല്ലേ പറയണ്ടേ, എന്തുവാ കച്ചി പൊടിച്ചത് എന്നാ. ഗോതമ്പെടുത്തതിന് ശേഷമുള്ള കച്ചി ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്. പിന്നെ അവരവിടെ മെതിക്കുന്നതിൻ്റെ പൊടി പോകുന്നുണ്ടോ, അങ്ങനെ 1 കിലോമീറ്ററോളം ഇത് പുക ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അവസാനം മെയിനായിട്ടും ഇവർക്കിതാണ് ഇതിൻ്റെ ആവശ്യം. ഗോതമ്പ് കൊയ്യുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് ഇതിൻ്റെ ഈ പൊടി വേണം. ഈ ഗോതമ്പിൻ്റെ, അതായത് കച്ചിയുടെ പൊടി ഇവർക്ക് ആവശ്യമുണ്ട്. ഇത് പശുക്കൾക്ക് കൊടുക്കാൻ. പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ഗോതമ്പ് കിട്ടിയില്ലെങ്കിലും എരുമകൾക്കും പശുക്കൾക്കും ഇനിയുള്ള വറവ് കാലത്ത് കഴിക്കാൻ വേണ്ടി പുല്ല് കിട്ടാൻ ഇനിയുള്ള സമയം പാടാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഇത് അവർക്ക് വളരെ അത്യാവശ്യമാണ്. വേറൊരാൾ കറ്റയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്, അങ്ങോട്ടൊന്ന് പോയി നോക്കാമേ. കറ്റ എടുത്തുകൊണ്ട് വന്ന് ഇവരോട് കൂട്ടിയിടുവാണേ. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. നമ്മളെപ്പോഴും നാട്ടുകാരെ പറയത്തില്ലേ, രാജസ്ഥാൻ മുഴുവൻ മരുഭൂമിയല്ലേ,
മരുഭൂമിയല്ലേ എന്ന് പറയുമ്പോൾ എന്താണ് മരുഭൂമി എന്നുള്ളത് നമുക്കിവിടെ നോക്കിയിട്ട് കാണാം. കഴിഞ്ഞ ദിവസം മഴ പെയ്തു കേട്ടോ. മഴ പെയ്തിട്ട് ഇവരുടെ ഇതെല്ലാം ഓഹോ ഗോതമ്പ് കണ്ട് കറ്റ കെട്ടിയിട്ടേക്കാണ് ഗോതമ്പ്. കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ട് ഒരു ഇച്ചിരി കറുത്തിട്ടുണ്ട്. കറ്റ ആദ്യം ഇങ്ങനെ കൂട്ടിയിടും. കറ്റ കൂട്ടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇനി അവരുടെ പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വയറ്റിവിടെ കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ ഇട്ട് മെതിക്കും. ജീരകം നിൽക്കുന്ന കണ്ട് കൂട്ടുകാരെ. ജീരകത്തിൻ്റെ തണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടോണേ. ഇത് മുഴുവൻ ജീരകമാണ്. സുന്ദർഗർ പദത്തിനകത്തിരിക്കുന്ന കണ്ടോ കൊച്ചുകുട്ടി. അപ്പം ഇതോടുകൂടി ഈ വർഷത്തെ ഇവരുടെ കൃഷി കഴിയുക. ഈ വർഷത്തെ കൃഷി കഴിയുന്നു. ഇനിയും ജൂലൈ മാസത്തിൽ മഴക്കാലം വന്നാൽ, മഴ പെയ്താൽ മാത്രമേ ഇനി അടുത്ത കൃഷി ആരംഭിക്കത്തുള്ളൂ. ഗോതമ്പ് കൂട്ടിയിടുന്ന കണ്ടോ. ഇതുപോലെ ഇവർ പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഗോതമ്പ് നാട്ടിലെത്തുന്നത്.